ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് സെം ബികോമുകാരുടെ മലയാളത്തിൽ മൂന്നാമത്തെ ചാപ്റ്റർ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അനുഭവാഖ്യാനങ്ങൾ എന്ന മൊഡ്യൂളിൽ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സഞ്ചാര സാഹിത്യമാണ്. ഡോക്ടർ ജിഷ എലിസബത്ത് വർഗീസാണ് എഴുതിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുന്നതിന് മുമ്പേ ആദ്യം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ശേഷം ക്ലാസ് കേട്ട് തുടങ്ങിക്കോളൂ. നമ്മളിപ്പോൾ നോവൽ സാഹിത്യം, കഥാസാഹിത്യം, കവിതാ സാഹിത്യം ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു വിഭാഗമാണ് സഞ്ചാര സാഹിത്യം. യാത്ര ചെയ്യാനും യാത്ര ചെയ്തെത്തിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും യാത്ര ചെയ്തെത്തിയ വിശേഷങ്ങൾ കേട്ടിരിക്കാനും എല്ലാം ആദ്യം മുതൽ തന്നെ നമുക്ക് ഒരു താല്പര്യമുണ്ട്. മനുഷ്യനെ പണ്ട് മുതലേ ഉള്ളൊരു താല്പര്യമാണത്. ആത്മാഖ്യാനത്തിൻ്റെ കൂടുതൽ വിശാലമായ ഒരു സാഹിത്യ ജനുസ് എന്ന് വേണം യാത്രാവിവരണം അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യത്തെ പറയാൻ. BC 8ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗിൽഗാമെഷ് ആണ് ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത്. അതുപോലെ പെരിപ്ലസ്, ഫാഹിയാൻ, അൽബിറൂണി തുടങ്ങിയ സാഹസികമായ സഞ്ചാരികളുടെ കുറിപ്പുകളിലൂടെ ലോകചരിത്രവും സംസ്കാരവും പ്രചാരം നേടി. ഭാവന, സൂക്ഷ്മ നിരീക്ഷണ പാടവം, ചരിത്രജ്ഞാനം, അതുപോലെ ജനങ്ങളിലും സംസ്കാരങ്ങളിലുള്ള താല്പര്യം, ഭാഷ പഠിക്കാനും സംവദിക്കാനുമുള്ള കഴിവ്, ഇതെല്ലാം ഒരു സഞ്ചാര സാഹിത്യകാരന് അനിവാര്യമായ ഘടകങ്ങളാണ്. പ്രധാനമായും തൻ്റെ അനുഭവങ്ങളിലും താൻ യാത്ര ചെയ്യുന്ന ഇടങ്ങളിലും വായനക്കാരെയും തനിക്കൊപ്പം കൊണ്ടുപോകാനുള്ള ഒരു കഴിവാണ് യാത്രാവിവരണം എഴുതുന്ന ആൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഗുണം. ചരിത്രം, ഭൂമിശാസ്ത്രം, കല, സാഹിത്യം, വാണിജ്യം, വ്യവസായം, ധനശാസ്ത്രം, പ്രകൃതിശാസ്ത്രം, ഭക്ഷണം തുടങ്ങിയ വിജ്ഞാനങ്ങളെല്ലാം ആഖ്യാന സവിശേഷതയോടു കൂടിയിട്ട് യാത്രാവിവരണങ്ങളിൽ ഉൾപ്പെടുത്തുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതിയായിട്ട് പരിഗണിക്കുന്നത് പാറേമക്കൽ തോമ കത്തനാരുടെ വർത്തമാന പുസ്തകം അഥവാ റോമായാത്രയാണ്. കൂടാതെ ഗോവിന്ദമേനോൻ്റെ കാശിയാത്ര റപ്പോർട്ട, GP പിള്ളയുടെ ലണ്ടനും പാരീസും, KP കേശവമേനോൻ്റെ ബിലാത്തി വിശേഷം തുടങ്ങിയവയെല്ലാം മലയാളത്തിലെ ആദ്യകാല യാത്രാവിവരണങ്ങളാണ്. ഇതെല്ലാം മലയാളത്തിലെ ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള യാത്രാവിവരണങ്ങളാണ്. അതുപോലെ തന്നെ പദ്യരൂപത്തിലും മലയാളത്തിൽ യാത്രാവിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനുദാഹരണമാണ് തുള്ളൽപ്പാട്ടിൻ്റെ രീതിയിൽ രചിച്ച ധർമ്മരാജാവിൻ്റെ രാമേശ്വര യാത്ര എന്ന കൃതി. 1784 ഇത് രചിച്ചിരിക്കുന്നത്. ഇതാണ് മലയാള പദ്യശാഖയിലെ ആദ്യത്തെ യാത്രാവർണ്ണന. മറ്റു ഭാഷകളിൽ നിന്നൊക്കെ യാത്രാവിവരണങ്ങൾ വിവർത്തനം ചെയ്യുന്ന സമയത്ത് ഒരു മലയാളി വനിത ആദ്യത്തെ യാത്രാവിവരണം എഴുതി. ആ യാത്രാവിവരണ കൃതിയാണ് ഞാൻ കണ്ട യൂറോപ്പ്. മിസിസ് കുട്ടൻ നായരാണ് ഇത് എഴുതിയിരിക്കുന്നത്. യാത്രാവിവരണത്തിലെ കുലപതി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് SK പൊറ്റക്കാട്. അദ്ദേഹത്തിൻ്റെ വർണ്ണശബളവും ഭാവനാ മനോഹരവും വിസ്തൃതവും ഗൗരവവുമായിട്ടുള്ള യാത്രാവിവരണങ്ങളാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ പല സങ്കീർണതകളിലൂടെയും കടന്നു പോകുമ്പോഴും മനുഷ്യൻ്റെ ആന്തരികമായ ഐക്യം കണ്ടെത്താനും അത് വായനക്കാരെ ബോധ്യപ്പെടുത്താനും SK പൊറ്റക്കാടിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തും ഏതും അറിയാൻ കണ്ണുകൾ തുറന്നുവെച്ച സ്നേഹഗായകനായ നാടൻ മനുഷ്യൻ എന്നാണ് പ്രശസ്ത നോവലിസ്റ്റായ പുനത്തിൽ കുഞ്ഞബ്ദുള്ള പൊറ്റക്കാടിനെ അനുസ്മരിപ്പിക്കുന്നത്. കാപ്പിരികളുടെ നാട്ടിൽ, ഇന്തോനേഷ്യൻ ഡയറി, നൈൽ ഡയറി, പാതിര സൂര്യൻ്റെ നാട്ടിൽ, ബാലി ദ്വീപ്, ഹിമാലയ സാമ്രാജ്യത്തിൽ, നേപ്പാൾ യാത്ര തുടങ്ങി ഒട്ടനവധി കൃതികൾ അദ്ദേഹത്തിൻ്റെ ഭംഗിയും ശക്തിയും വെളിപ്പെടുത്തുന്നവയാണ്. സഞ്ചാര സ്വാതന്ത്ര്യവും സൗകര്യവും ലളിതമായ ആധുനിക കാലത്ത് മലയാളത്തിൽ യാത്രാവിവരണങ്ങളുടെ വൈവിധ്യമാർന്നൊരു ശേഖരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. തീർത്ഥാടനങ്ങളും ഹജ്ജ് യാത്രകളും ക്രിസ്തുവിൻ്റെ നാട്ടിലേക്കുള്ള സഞ്ചാരങ്ങളുമാണ് ഏറെയും യാത്രാവിവരണങ്ങൾക്ക് പ്രേരണയായത്. എങ്കിലും ഹിമാലയൻ യാത്രകളുടെ പ്രകൃതി മനോഹാരിതയും അഭൗമമായ ചിന്തകളുടെ അടിയൊഴുക്കും മലയാളത്തിലെ യാത്രാവിവരണങ്ങളെ വേറിട്ട അനുഭവമാക്കി തീർത്തു. ആചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യയുടെ നേർക്കാഴ്ചകളെ നമ്മുടെ വേദനയാക്കി മാറ്റിയ അരുൺ എഴുത്തച്ഛൻ്റെ കൃതികൾ മലയാളത്തിലെ യാത്രാക്കുറിപ്പുകൾക്ക് വ്യത്യസ്തമായ മാനം നൽകുന്നു. മരക്കലത്തോറ്റം മുതൽ ആരംഭിക്കുന്ന സ്ത്രീകളുടെ യാത്രാക്കുറിപ്പുകൾ
സ്ത്രീകൾ യാത്രാരംഗത്ത് കൈവരിച്ച സ്വാതന്ത്ര്യവും സാഹസികതയും മാത്രമല്ല, മലയാളത്തിലെ പെൺ ആഖ്യാനങ്ങളുടെ പുതിയ സാധ്യതകളും സവിശേഷമായിട്ട് തന്നെ ദർശിക്കാം. ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണവും യുദ്ധഭൂമികയുടെ ദുരന്ത ദൃശ്യങ്ങളും ജനതയുടെ തിരിച്ചറിവിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും നേർസാക്ഷ്യങ്ങളും മനുഷ്യവികസനത്തിലും വിനാശത്തിലും ശാസ്ത്രം വഹിച്ച പങ്കിൻ്റെ വിവരണങ്ങളും എല്ലാം ഇന്നത്തെ സമകാല സഞ്ചാര സാഹിത്യകൃതികൾക്ക് ഉദാഹരണങ്ങളാണ്. ദൃശ്യവിസ്മയം ഒരുക്കുന്ന സഞ്ചാര സാഹിത്യങ്ങൾ ഇന്ന് ധാരാളമായിട്ടുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം ഈ രംഗത്ത് എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ്. ഇതോടുകൂടി 3ാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.